വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വളരെ പരിചിതമായ ഒരു വാക്യത്തിലേക്ക് നമുക്ക് എത്താം. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കില്ല. ഒരു വാക്യത്തിനകത്ത് അനവധി ഉറപ്പുകൾ തന്നിരിക്കുകയാണ്. ദർശനം, ദൈവത്തിന്റെ വാഗ്ദത്തം, അതിനൊരു അവധി വെച്ചിരിക്കുകയാണ്. താമസിക്കുന്നത് കൊണ്ട് നിരാശപ്പെടേണ്ട. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി അതിനെ അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വരുവാൻ ഒരുങ്ങുകയാണ്. അതിന്റെ സമയം തെറ്റില്ല. ദൈവം നിശ്ചയിച്ച സമയത്ത് അത് ശ്രേഷ്ഠമായി നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരുകയും. അല്പം വൈകിയാലും നീ അതിനുവേണ്ടി കാത്തിരിക്കണം. ലോകത്തിലുള്ളവനെ പോലല്ല, മറ്റുള്ളവരെ പോലല്ല. ഈ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അത് വരും. വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ കാത്തിരിക്കുന്നെങ്കിൽ അത് വരും. നിശ്ചയം ഉറപ്പിച്ചു പറയുക, മാറുകയില്ല, തരാതിരിക്കുകയില്ല, തരും. ഇനിയും താമസിപ്പിക്കുകയില്ല. ആരൊക്കെ താമസിപ്പിക്കണമെന്ന് ശ്രമിച്ചാലും ഇനിയും താമസിപ്പിക്കാതെ ദൈവത്തിന്റെ സമയത്ത് നടക്കുന്ന ആ വിടുതലുകളും പ്രത്യാശയോടെ വിശ്വാസത്തോടെ കാത്തിരുന്ന് കാണുവാൻ സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയരട്ടെ. വിശ്വസിക്കട്ടെ, ഈ ദൈവം വലിയവനാണ്. ഈ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.